ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രധാന വ്യക്തി, അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു ചിത്രം കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു സെൽഫി, നിങ്ങളെ സെൽഫി എടുത്തതാണ് എന്നത്. എങ്ങനെ? സുബ്ഹാനല്ലാഹ്, നമ്മൾ സാധാരണ നിലക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ അറിഞ്ഞോ അറിയാതെയോ സെൽഫി എടുക്കുമ്പോൾ നമ്മൾ കൈപിടിച്ച് തട്ടൂല. കാരണം നമ്മൾ മോശമായ സ്വഭാവക്കാരനാകാൻ പറ്റൂലല്ലോ. ഇവൻ സെൽഫിയാണോ അല്ല, ഇവൻ ഏതെങ്കിലും പിഴച്ച ആളാണോ എന്നൊന്നും നമുക്കറിയൂലല്ലോ, അള്ളാഹുവിനല്ലേ അറിയൂ. അപ്പോൾ അത് ഖബീഹായ മനുഷ്യരുടെ സ്വഭാവമാണ്, ബെടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. എന്നെ അദ്ദേഹത്തിന് അറിയാതിരിക്കൂലല്ലോ. അപ്പോ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന, ഖിയാമത്ത് നാളാവുമ്പോൾ കബളിപ്പിക്കുന്നവർ വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുവരണ്ടോ, ഞാനും പേരോടും തമ്മിൽ വലിയ ബന്ധമാണ് ഈ എന്ന് പറഞ്ഞ് ചതിക്കാൻ വേണ്ടിയുള്ള പ്രയോഗം, അത് ബെടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. നല്ലവരത് ചെയ്യൂല. നിങ്ങൾ എനിക്കൊരു ₹1,00,00,000 തന്നാൽ പോലും ഞാനൊരു സെൽഫിയാണ് എന്ന് മനസ്സിലായ ഒരു മൗലവിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്നെ കിട്ടൂല. ₹1,00,00,000 ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാലും കിട്ടൂല. കാരണം ആ ബെടക്ക് മനുഷ്യന്റെ കൂടെ ഞാൻ എന്തിനു നിൽക്കണം? എനിക്കെന്തിന് അവന്റെ കൂടെ ഫോട്ടോ വേണം? നേരെ മറിച്ച് ഞാനൊരു മുശ്രിക്കാണെന്നും ഞാൻ കാഫിറാണെന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നവരാണ് സെൽഫികൾ. നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ തന്നെ പ്രസംഗിച്ച പ്രസംഗം എൻ്റെ കൈവശത്തിലുണ്ട്. പേരോട് കാഫിറാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ ദൃഷ്ടിയിൽ ഞാനൊരു മുശ്രിക്കും കാഫിറുമാണെങ്കിൽ എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢി വേറെ ആരാണ്? അവൻ ആ വിശ്വാസപ്രകാരമാകുമ്പോൾ, അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ SSFന്റെ ഒരു പ്രവർത്തകനോ SYSന്റെ ഒരു പ്രവർത്തകനോ മുസ്ലിം ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളോ വിശ്വാസികളോ എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നും പറയാനില്ല. കാരണം അവർക്ക് എന്നെ സ്നേഹിക്കാൻ വകുപ്പുണ്ട്, എനിക്ക് അവരെ സ്നേഹിക്കാനും വകുപ്പുണ്ട്. വെറുക്കുന്ന ആളുകളെ കൂടെ ആരെങ്കിലും സെൽഫി എടുക്കാൻ നിൽക്കും. അപ്പോൾ എന്താണ് ഖബീഹ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബെടക്ക് മനുഷ്യന്മാർ